ഓളപ്പരപ്പിൽ ആവേശത്തിന്റെ മണിക്കൂറുകളാണ് വരാൻ പോകുന്നത്. 71ാമത് നെഹ്റു ട്രോഫി ജലമേള ഇന്നാണ് പുന്നമടയിൽ ആ വെള്ളിക്കപ്പിനായി മാറ്റുരയ്ക്കുന്നത്. 21 ചുണ്ടൻ വള്ളങ്ങളാണ്. അജയ് നാഥ് ചേരുകയാണ് വിവരങ്ങളുമായി. അജയ്, എന്തായാലും ആവേശമണ പൊട്ടാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അവിടെ ഒരുക്കങ്ങളൊക്കെ ഏതുവരായി? ഒപ്പം ഇത്തവണ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ശ്രീജ, പുന്നമട ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പുന്നമട എല്ലാ അർത്ഥത്തിലും വള്ളംകളി, അതായത് നെഹ്റു ട്രോഫി 71ാമത് ജലമേളയ്ക്കായി എല്ലാ അർത്ഥത്തിലും പുന്നമട ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രാവിലെ പുലർച്ചെ മുതൽ ചെറിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. അത് ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ 71ാമത് വള്ളംകളിക്ക് വേണ്ടി മാസങ്ങൾ നീണ്ട പരിശീലനത്തിന് ശേഷമാണ് പല ബോട്ട് ക്ലബ്ബുകളും ഒപ്പം വള്ളങ്ങളും എല്ലാം തന്നെ എത്തുന്നത്. അതിനാൽ തന്നെ ആവേശം അണപൊട്ടി ഒഴുകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നെഹ്റു പവലിയനാണ്. അവിടെയാണ് ഉദ്ഘാടനം നടക്കുക. 11 മണിയോടുകൂടി ഉദ്ഘാടനം നടക്കും. ആദ്യഘട്ടത്തിൽ നടക്കുന്നത് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ്. അതിനുശേഷം 2 മണിക്കാണ് ഉദ്ഘാടനം നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 2-ന് ശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ നടക്കും. 4 മണിയോടുകൂടി ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ ഉൾപ്പെടെ നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. 6 ഹീറ്റ്സിലായിട്ടാണ് ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരയ്ക്കുന്നത്. 6 ഹീറ്റ്സിൽ ആദ്യ 4 ഹീറ്റ്സിൽ 4 വീതം വള്ളങ്ങളും, 5ാമത്തെ ഹീറ്റ്സിൽ 3 വള്ളങ്ങളും, 6ാമത്തെ ഹീറ്റ്സിൽ 2 വള്ളങ്ങളുമാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. എന്തായാലും മാസങ്ങൾ നീണ്ട ഒരു പരിശീലനമാണ് എല്ലാ ക്ലബ്ബുകളും നടത്തിയിരിക്കുന്നത്. വലിയ തയ്യാറെടുപ്പിൽ, വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പ് എല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ സമയത്ത് ഫിനിഷിംഗ് വരെ താണ്ടുന്ന വള്ളങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ 4 വള്ളങ്ങൾ ഫൈനലിൽ മത്സരിക്കും. ശേഷം ലൂസേഴ്സ് ഫൈനൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങളെല്ലാം തന്നെ നടക്കും എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായും 2ാം ഹാട്രിക്, അതായത് 2ാം ഹാട്രിക് ലക്ഷ്യമിട്ട് ഇറങ്ങുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഉൾപ്പെടെ, കാരിച്ചാൽ ഉൾപ്പെടെയുള്ള ചുണ്ടൻ വള്ളങ്ങളെല്ലാം തന്നെയുണ്ട്. അവരെല്ലാം തന്നെ വലിയ ഒരു പരിശീലനം എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് വലിയ ആവേശത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ അണിചേരാൻ, അല്ലെങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. എന്തായാലും പുന്നമട അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 11 മണിയോടുകൂടി തന്നെ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ ആരംഭിക്കും. എന്തായാലും കാണികളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ പുലർച്ചെ നേരിയ രീതിയിലുള്ള മഴ പെയ്തിരുന്നു. അത് ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ആ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരു വർഷത്തെ കാത്തിരിപ്പാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്നത്. ആ വള്ളംകളിയുടെ ആ ഒരു ജലാശയത്തിലെ പുന്നമടയിലെ ഓളപ്പരപ്പിൽ തീപാറുന്ന പോരാട്ടം നടത്തുന്ന ആ വള്ളംകളി മത്സരത്തിൻ്റെ ആവേശ നിമിഷങ്ങൾ പങ്കുചേരുവാൻ, കാണികളാകുവാൻ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീജ, എന്തായാലും 71ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്കായി ആലപ്പുഴ ഒരുങ്ങിക്കഴിഞ്ഞു. വലിയൊരു ആവേശം തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്ന. ചെറിയൊരു മഴയുണ്ട്, പക്ഷെ അതൊന്നും ഒരു തടസ്സമാകില്ല. ആവേശം ഒട്ടും ചോരില്ല എന്ന് തന്നെയാണ് അജയ് നാഥ് റിപ്പോർട്ട് ചെയ്യുന്നത്.